എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 4th അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ഡിസംബർ 18-ാം തീയതി മുതൽ ഡിസംബർ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റുകൾ വഴി വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതായിരിക്കും. ആവശ്യമുള്ള കോഴ്സ് കോളേജുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഓപ്ഷൻ പ്രകാരം പുതുതായിട്ട് കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ അവിടെ പ്രവേശനം നേടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മുൻപ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് ആയിരിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം വരെയായിരുന്നു. അപ്പോൾ ഓൾറെഡി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെന്റിന് ശേഷം ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്ത ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വിവിധ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റിലേക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ പേജിൽ പോയി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സ്പെഷ്യൽ അലോട്ട്മെന്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയുള്ള ആ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് മുഴുവനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്ഷനുകൾ, അതായത് ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾ 1, 2, 3 ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ നമ്പേഴ്സ് കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് അവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള കോഴ്സ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും ആ ഒരു ഓപ്ഷൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജുകളുടെ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. അതായത് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നമ്പർ നൽകിയ ശേഷം സേവ് ചെയ്യുകയും അത് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ ആയിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാലൻസ് വന്ന സീറ്റുകളും അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസി നോക്കാതെ തന്നെ ഓപ്ഷനുകൾ നൽകാം. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളിൽ തന്നെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെ അവർക്ക് മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ അവർ ആദ്യം അഡ്മിഷൻ എടുത്ത ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 18-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ ഡിസംബർ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. അതുപോലെ നേരത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ്, അതായത് മുൻ അലോട്ട്മെൻറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഓൾറെഡി നിങ്ങൾ അഡ്മിഷൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നേടിയിട്ടുണ്ടാകും. അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജല്ല സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിലവിൽ വെബ്സൈറ്റിൽ സൂചിപ്പിച്ച പ്രകാരം ഈ ഒരു മുൻ അലോട്ട്മെൻറ്റ് വഴി കോളേജുകളിൽ അഡ്മിഷൻ നേടിയവർക്ക് കോളേജിൽ നിന്നുള്ള NOC വാങ്ങണം എന്നുള്ളതാണ് പ്രത്യേകം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകം നൽകിയിട്ടുണ്ട് ആവശ്യമുള്ള കോഴ്സ് കോളേജ് മാത്രം ഓപ്ഷൻസ് ആയിട്ട് നൽകുക. കാരണം ഓപ്ഷൻസ് പ്രകാരം നിങ്ങൾ നൽകിയ ഓപ്ഷൻ പ്രകാരം പുതുതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ ഈ ഒരു 3 ദിവസങ്ങളിലായിട്ടോ നിങ്ങൾ അഡ്മിഷൻ നേടിയുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടി വരുന്നത് ആയതിനാൽ, അതായത് ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ്, അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ 4th അലോട്ട്മെൻറ്റിനായിട്ടുള്ള, അതായത് ആ ഒരു പ്രസ് റിലീസും കാണാം. അപ്പോൾ നിങ്ങൾ പ്രസ് റിലീസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രസ് റിലീസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി
അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സർക്കാർ സ്വാശ്രയ കോളേജിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുള്ളത് അതായത് 2024-25 അധ്യയന വർഷത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും പുതുതായിട്ട് അംഗീകാരം ലഭിച്ച കോളേജുകളിലേക്കും പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർ പുതുതായിട്ട് കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു 2024 ഡിസംബർ 18 മുതൽ ഡിസംബർ 20 തീയതി വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. മുൻപ് സമർപ്പിച്ച കോളേജുകൾ പരിഗണിക്കുന്നതല്ല. മുൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓപ്ഷൻ സമർപ്പണ വേളയിൽ അപ്ലോഡ് ചെയ്യണം. ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടുള്ള അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ ഡിസംബർ 21 പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണ്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാതെയോ അല്ലെങ്കിൽ മുമ്പ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ മുൻപ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ വിവിധ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങൾ LBSൻ്റെ ഈ ഒരു ഡിപ്ലോമ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ തന്നെ NOC അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വേണ്ട ഓപ്ഷനുകൾ നൽകാം. ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികളോ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളോ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ മാത്രമാണ് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം വേണ്ട കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകിയ ശേഷം സേവ് ചെയ്യുകയും അത് സെലക്ടഡ് കോളേജ് കോഴ്സ് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുകയും ചെയ്യുക. അതുപോലെ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സിലേക്ക് LBS സെൻറ്റർ നിങ്ങൾ അടച്ച ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നൽകുന്നത് ആയിരിക്കും. അതുപോലെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ കോളേജിൽ പോയി ഡോക്യുമെൻസും ഫീസും ഒക്കെ തിരികെ വാങ്ങി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിശ്ചിത ദിവസത്തിനകം പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.